അപ്പം ഇന്നുള്ളതിലെ മൈജിയിലാണ്. അപ്പം ഞാൻ ഇന്നവിടെ കുറേ കാലമായി ഒരു എയർ ഫയർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഇന്ന് പോയിട്ട് നമുക്കൊരു എയർ ഫയർ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ മൈജിയിൽ ഓഫർ, ഓണം ഓഫർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലോ. അപ്പം അങ്ങനെ നമ്മളിതാ അവിടെ പോയി ഒരു എയർ ഫയർ നോക്കി അങ്ങനെ ഇതാ വാങ്ങിച്ചേട്ട ജി പാസിൻ്റെ. അങ്ങനെ വീട്ടിലെത്തി കൊണ്ടുവന്ന വക നമുക്ക് എന്തായാലും ഇത് ഒന്ന് ഉദ്ഘാടനം എല്ലാം കഴിക്കണമല്ലോ. അങ്ങനെ ഇതാ ഞാനിതിൻ്റെ അൺബോക്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കാലം ആഗ്രഹിച്ച് കിട്ടിയ ഒരു സാധനമായതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നമ്മൾ എയർ ഫയർ വാങ്ങുന്നത് പ്രമാണിച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് ആക്കി നോക്കണമല്ലോ. അങ്ങനെ ഞാനിതാ എൻ്റെ എയർ ഫയറിൻ്റെ അൺബോക്സിങ് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, നല്ല സൂപ്പർ അടിപൊളി സാധനം കേട്ടോ. എണ്ണയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം മുറിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ തൈരും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ മസാലകളെല്ലാം ചേർക്കണം, പിന്നെ കുറച്ച് കുരുമുളകും എല്ലാം ചേർത്തിട്ട് റെഡിയാക്കി. ഇതിൽ ആദ്യം നമ്മൾ ഈ തൈരിലും മസാലയിലും ചിക്കനെ ഒന്ന് നല്ലോണം പുരട്ടി റെഡിയാക്കി കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. അപ്പം ഞാൻ തൈരും കുരുമുളകും ഇതും എല്ലാം എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ നല്ല വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ നല്ലോണം നല്ല വരയിലോട്ട് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം അതിൽ മിക്സ് ചെയ്തിക്കട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ മസാലകൾ റെഡിയാക്കട്ടെ. തക്കാളി, പുതിന, വെല്ലുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സിയിൽ ഞാൻ അരച്ചെടുത്ത് ഇനി ഇത് ചിക്കനിൽ പുരട്ടി ഒരു 4 മണിക്കൂർ വെക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ നമ്മൾ 4 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല. ഇപ്പം തന്നെ വന്ന് ഇത് റെഡിയാക്കുമ്പോഴൊക്കെ ലേറ്റായിന്, അതുകൊണ്ട് കുറച്ച് സമയം മാത്രം വെച്ച് കേട്ടോ. അപ്പം അങ്ങനെ ഇത് നമ്മൾ എല്ലാം റെഡിയാക്കി ഇനി ഇത് എയർ ഫയറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഒന്ന് മുരിഞ്ഞ് റെഡിയായി വരണം. അപ്പോൾ അത് കാണാനും തിന്നാനുള്ള ആകാംക്ഷയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ.